Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, start ചെയ്യാം. Hello. Yes. എവിടെയാ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? കഴിഞ്ഞ തേഴ്സ്ഡേയിൽ നമ്മള് നിർത്തിയ സ്ഥലം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യാസ്മിൻ, എവിടെ നിർത്തി നമ്മൾ? ടീച്ചർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലേ? അറിയില്ല. സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു മാം. സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. ഓക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, അതായത് കുറച്ച് എംപ്ലോയി ഹെൽത്തുമായി ബന്ധപ്പെട്ടത്, എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻ എനി ഫാക്ടറീസ്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഫാക്ടറീസ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആകുന്ന രീതിയിലുള്ള ജോബാണ് അവർ ചെയ്യുന്നതെങ്കിൽ their health should be protected, അല്ലെ? അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അതിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങൾ, ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ സെക്ഷൻസ് ആയിട്ട് പറഞ്ഞത്. സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെ നമ്മൾ പറഞ്ഞു. ആ സെക്ഷൻസിന്റെ പേര് ഓരോ സെക്ഷനിലും എന്തിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. സെക്ഷൻസ് മാറൂലാട്ടാ. നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 11 എന്ന് പറയുന്നത് അതിന്റെ 3rd ചാപ്റ്ററിൽ കേട്ടോ, നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 3rd ചാപ്റ്ററിൽ സെക്ഷൻ 11 എന്ന് പറയുന്നതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ക്ലെൻലിനെസിനെ കുറിച്ച് തന്നെയാണ്. ശുചിത്വം, ആ ശുചിത്വത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് സെക്ഷൻ 13 എന്ന് പറയുന്നതിനകത്ത് വന്നിരിക്കുന്ന നമ്മുടെ സെക്ഷൻ 13 എന്തിനെ കുറിച്ച് പറഞ്ഞ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ ആണ്. അതല്ല സെക്ഷൻ 11 വരിക. അപ്പൊ അത് അങ്ങോട്ട് ക്ലാഷ് ആവാൻ പാടില്ല, മാറിപ്പോവാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 1948 ഫാക്ടറീസ് ആക്ടിലെ 3rd ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സെക്ഷനും ഓരോ പ്രത്യേക രീതിയിലാണ് അതങ്ങനെ അവര് സെക്ഷൻസ് തിരിച്ചു വെച്ചിരിക്കുന്നത്. സോ നമ്മളായിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് ആ സെക്ഷൻസ് അങ്ങനെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞേ. മനസ്സിലായല്ലോ? സെക്ഷൻസിന്റെ നമ്പർ വേറെ ഒരു സെക്ഷനും എന്താ പറയാ ഐറ്റവുമായിട്ട് ക്ലാഷ് ആകാൻ പാടില്ല. സെക്ഷൻ പേരും അതുപോലെ തന്നെ അതിന്റെ നമ്പറും കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ വേണ്ടത്. ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടർ എത്രാമത്തെയാണ്? സെക്ഷൻ 18 ആണ്. മനസ്സിലായോ? ഡ്രിങ്കിങ് വാട്ടറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 18 ഓഫ് ദ ചാപ്റ്റർ 3 ഫാക്ടറീസ് ആക്ട് 1948 ഓക്കെ.
അതുപോലെ തന്നെ സെക്ഷൻ 20 സ്പിറ്റൂൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പിറ്റൂൺസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് സ്ഥാപിക്കുന്നിടത്തൊക്കെ അതിന് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്ന സൂചനാ ബോർഡുകള്, അത് ഡിറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇന്ന സ്ഥലത്ത് സ്പിറ്റൂൺസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ സ്പിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡിറക്ഷൻസ് പോലും കാണിക്കുന്ന രീതിയിൽ അത് യൂറിനൽസിന്റെ യാട്രൽസിന്റെ ഒക്കെ അടുത്താകാൻ പാടില്ല, കുറച്ച് അകലത്തിലായിരിക്കണം, അതിപ്പോഴും ക്ലീൻ ആയിട്ട് ഹൈജീനിക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സ്പിറ്റൂൺസ് എന്ന് പറയുന്ന സെക്ഷൻ 20 പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സെക്ഷൻസ് ഇനി മറക്കണ്ട, മാറിപ്പോകണ്ട. ഓക്കെ, നൗ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി അറ്റ് വർക്ക് പ്ലേസ്. എംപ്ലോയി ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ്, എംപ്ലോയീസിന്റെ ആരോഗ്യം വർക്ക് പ്ലേസിൽ അതിനുള്ള പ്രാധാന്യം, അതായത് ജോലി സ്ഥലത്ത് ഓരോ എംപ്ലോയീസും അവരുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ആണ്. എല്ലാ എംപ്ലോയീസും രോഗമില്ലാതെ, സിക്നെസ് ഇല്ലാതെ, ഇൽനെസ് ഒന്നും ഇല്ലാതെ ആകുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതേസമയം ഓർഗനൈസേഷനിൽ ഇതുപോലെ എപ്പോഴും സിക്ക് ആയിട്ടുള്ള ജോലിക്കാര്, എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഇൽനെസ് ബാധിച്ചിരിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അവിടെ ഒരു ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊഡക്ഷൻ കുറയും. അവിടെ എന്താ പറയാ, ഭയങ്കര ഹസാഡസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും, അപകടം നിറഞ്ഞ പ്രവർത്തനങ്ങൾ. കാരണം രോഗികളാണ്, രോഗമാകുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് കെയർ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടോ ആക്ഷൻസ് കൊണ്ടോ there will be damages to the materials or to the men itself. അതായത് മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾക്കും ഒക്കെ ചിലപ്പോൾ ഡാമേജസ് സംഭവിക്കും. പിന്നെ എക്സ്ട്രാ ലീവുകൾ എടുക്കും ആൾക്കാർ, ഒരുപാട് പേര് ലീവ് ആകും അല്ലെ. അതൊക്കെ അവരുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കും. എംപ്ലോയീസ് എങ്ങനെയാകുമ്പോൾ ഇൽ ഹെൽത്ത് ആകുമ്പോൾ, ഈ സിക്നെസ് ആകുമ്പോൾ. അപ്പൊ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ വർക്ക് പ്ലേസിൽ എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, രോഗമില്ലാത്ത അവസ്ഥയിലിരിക്കുക. ഓക്കെ, സോ വെൻ വി ആർ ഫ്രീ ഫ്രം എനി ഇൽ ഹെൽത്ത്, നമ്മൾ ഒരു ഇൽ ഹെൽത്ത് ഒന്നും ഇല്ലാതെ എല്ലാം ഫ്രീ ആണെങ്കിൽ എന്താ പറയാ ഒരു നല്ല ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട്, അവിടുത്തെ പ്രൊഡക്ഷൻ വർദ്ധിക്കും, പങ്ക്ച്വാലിറ്റി ആയിട്ട് എംപ്ലോയീസ് ജോലിക്ക് വരും. ആൻഡ് ഓൾസോ ദർ വിൽ ബി സെക്യൂരിറ്റി അവയർനെസ്. അവർക്ക് എന്താണ് ആ ഒരു സെക്യൂരിറ്റി, ദാറ്റ് മീൻസ് ഗ്രേറ്റർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് പല രീതിയിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വെൽ ഹെൽത്ത് ആണ്, രോഗങ്ങളൊന്നുമില്ല. രോഗങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥയിലാകുമ്പോൾ ഈ പറയുന്ന അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനൊന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട്, എന്തോ സൗണ്ട് കയറി എന്നെ പോലെ തോന്നുന്നു, നിങ്ങൾക്ക് തോന്നാവോ? ഉണ്ടോ? കുഞ്ഞു കുഞ്ഞൊരു സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇപ്പൊ ശരിയായോ? ഉണ്ടെങ്കിൽ തന്നെ ഹലോ ഹലോ യെസ്, ഇല്ല. ഓക്കെ, സോ എംപ്ലോയി, ഹെൽത്തി എംപ്ലോയി എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഹാപ്പി ഇൻ ദ ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ ആ ഓർഗനൈസേഷനിൽ അവർ വളരെ സന്തുഷ്ടരാണ്. അവർക്ക് എന്താ പറയാ, നമ്മളിപ്പോ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോഴും വി ക്യാൻ ഡു ഇറ്റ് വിത്ത് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സെൽഫ് കോൺഫിഡൻസിൽ എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ടു ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ഇതെല്ലാം വലിയ ഒരു നേട്ടം തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ. അപ്പൊ എംപ്ലോയീസ് സിക്നെസ് ഇല്ലാതെ, ഇൽ ഹെൽത്ത് ഇല്ലാതെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരുന്നാലാണ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഹെൽത്തി ആണെന്ന്. മാത്രമല്ല അത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ്, ഹാപ്പിനെസ് ഇതൊക്കെ വർദ്ധിപ്പിക്കാനും എംപ്ലോയീസിന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? അതിനകത്ത് എന്താ പറയാ ഈ ഒരു സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ഇൻ ആൻ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് സച്ച് ആസ് ഡിക്രീസ്ഡ് ഔട്ട്പുട്ട്, എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് ആൻഡ് extra leaves increase when the employees are down with the sickness. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെന്റൻസ്, ആ പാരഗ്രാഫിലെ ലാസ്റ്റ്, a healthy employee also remain happy and self-confident, which is a great advantage to the organization. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? യെസ്. ഇനി എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? സി, ഓർഗനൈസേഷണൽ എക്സ്പെൻസുകൾ കുറയും.
അതായത് ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എല്ലാ എംപ്ലോയീസും യാതൊരു രീതിയിലുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഓർഗനൈസേഷന്റെ പലതരത്തിലുള്ള ചെലവുകൾ കുറയും. പലതരത്തിലുള്ള ചെലവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ വെച്ച് എന്തെങ്കിലും അസുഖം വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഓർഗനൈസേഷന്റെ ചെലവ് വർദ്ധിക്കുക. അവിടെ നിന്ന് ആ ആളെ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗത്തിന് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ വരുന്ന ഹോസ്പിറ്റലൈസേഷൻ ചാർജസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അന്നേരം പോയപ്പോ ചിലപ്പോ എന്താ പറയുക കൺസൾട്ട് ചെയ്തതിനും മരുന്ന് വാങ്ങിച്ചതിനും ഒക്കെ ചില ചെലവുകൾ വരുമല്ലോ. ഇത് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ചെലവുകള്, അതല്ലാതെ രോഗം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഡാമേജസോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മളുടെ ആ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് അവിടെ വരാത്തതുകൊണ്ട്, പെർഫോമൻസ് വരാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ചില കോട്ടങ്ങൾ അല്ലെ, ചില ഡിസഡ്വാൻറ്റേജസ്, അതും ചില തരത്തിലുള്ള ചെലവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസിന് ഓർഗനൈസേഷന്റെ എക്സ്പെൻസുകളെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അവോയ്ഡ് ഇഞ്ചുറീസ്, പലതരത്തിലുള്ള അപകടങ്ങള്, മുറിവുകള്, അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം. എങ്ങനെയാണെങ്കിൽ വെൻ ദർ ഈസ് റോബസ്റ്റ് ഇൻഡസ്ട്രിയൽ വെൽബീയിങ് എന്ന് പറഞ്ഞേക്കണേ. എന്താ റോബസ്റ്റ്? റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്നാണ് അർത്ഥം കേട്ടാ. റോബസ്റ്റ് പഴമല്ല ഉദ്ദേശിച്ചത്. അപ്പൊ റോബസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വെൽബീയിങ്, അവിടുത്തെ എംപ്ലോയീസ് എല്ലാം വളരെ സ്ട്രോങ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ചെലവും കുറയ്ക്കാം, അതുപോലെ തന്നെ ഇഞ്ചുറീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ അവോയ്ഡ് ദ കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ഇൻ കോസ് ഓഫ് വർക്ക് പ്ലേസ്. അതായത് നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞു, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചിലപ്പോ മുറിവ് പറ്റി, എന്തെങ്കിലും അപകടം വന്നു, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പൊ അവിടെ കുറച്ച് കാശൊക്കെ ചെലവായി. അത് ഓർഗനൈസേഷൻ സാധാരണ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് വന്നു, അപ്പൊ നമ്മളെ ഇവിടെ എല്ലാവരും കൂടി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്റെ ആ ചെലവ് ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് ആയിട്ടായി കൺസിഡർ ചെയ്തിട്ട് അവർ പേ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ എംപ്ലോയീസ് ആർ റോബസ്റ്റ്, ഹെൽത്തി, സ്ട്രോങ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടോ. മനസ്സിലായി എന്നൊന്നും ആരും ഇവിടെ ഒന്ന് കയ്യോ പൊക്കോ അല്ലെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറയുകയോ ചെയ്യണില്ല. ഓ യെസ്, ഓക്കെ, യെസ്. ഇനി ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. പിന്നെ മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ ആൻഡ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓൾസോ വിൽ ബി റെസ്പോൺസിബിൾ ടു ക്രിയേറ്റ് ഡ്യൂ സൗണ്ട് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. അതായത് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, അതായത് എംപ്ലോയീസിന്റെ ഹെൽത്തിന് കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ അവരെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്തം തന്നെ ഓർഗനൈസേഷൻ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നാളെ വന്ന് ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്തില്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, ഔട്ട്പുട്ട് ഉണ്ടായില്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടൂല. മനസ്സിലായോ? മാത്രമല്ല, മറ്റുള്ള ബിസിനസ്സുകാരുടെ മുമ്പിൽ നമ്മൾ എന്താ പറയാ, അവരുടെ ആ ഒരു ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അവരുമായിട്ട് മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായാലും എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിച്ച് അതിനുള്ള ഉത്തരവാദിത്വവും നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത്, ഇറ്റ് ഓൾസോ പ്രിസർവ്സ് ആൻഡ് എൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. ഒരു ഓർഗനൈസേഷന്റെ വളർച്ച, അതിന്റെ പേര്, ഗുഡ് വിൽ, ബ്രാൻഡ് വാല്യൂ, ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പേര്, സെൽഫ് പേര്. ഒരു കമ്പനിക്ക്, ഒരു ഇൻഡസ്ട്രിക്ക് പേര് നേടിക്കൊടുക്കുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ്, അവിടുത്തെ ജോലിക്കാര്. നോക്ക്, അവരൊക്കെ നല്ല ഹെൽത്തി ആണ്, അവർ വെൽ ക്വാളിഫൈഡ് ആണ്, അവർ ഭയങ്കര വെൽ പെർഫോംഡ് ആണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനെ വളർത്താനായിട്ട് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ആളുകൾ അവിടുത്തെ എംപ്ലോയീസ് ആണ്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലുള്ള ജോലിക്കാരും. അപ്പൊ എല്ലാ മേഖലയിലുള്ള ജോലിക്കാരും ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത് ഓർഗനൈസേഷന്റെ ആവശ്യകതയാണ്. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെക്ഷൻസിൽ പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. രോഗികളാക്കി മാറ്റാൻ അവിടുത്തെ മോശമായ അന്തരീക്ഷം, അല്ലെ, കെയർലെസ് ആയിട്ടുള്ള രീതികള്, മെഷീൻസും മറ്റു എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന രീതികള്, അതിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ സേഫ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് പറയാ, അത് എംപ്ലോയീസിന്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുത്ത് അവരെന്ത് ചെയ്യുക, അവർക്ക് ഓർഗനൈസേഷന്റെ ബ്രാൻഡ് വാല്യൂ, ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ,
then also it motivates the employees and boosts the commitment towards the organization. ഇങ്ങനെ ഹെൽത്തി ആയിരിക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഹെൽത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആണ് എംപ്ലോയീസിന്. എന്തിന്? അവർക്ക് ആ ഓർഗനൈസേഷനോടുള്ള കമ്മിറ്റ്മെന്റ് വർദ്ധിക്കും. ഇപ്പൊ നമ്മളുടെ ഹെൽത്തിനെ അവർ പരിഗണിക്കുന്നുണ്ട്. എനിക്ക് രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് ഓർഗനൈസേഷൻ എടുക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ കുറച്ചുകൂടി എന്റെ നല്ല രീതിയിൽ 100% ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ എന്റെ ഒരു കമ്മിറ്റ്മെന്റ്, എനിക്ക് എന്റെ ഓർഗനൈസേഷനോടുള്ള ഒരു എന്താ പറയാ ഒരു കമ്മിറ്റ്മെന്റ്, എനിക്കുള്ള കടമ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. കാരണം എന്താ? അതിനനുസരിച്ച് അവരെനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്റെ ഹെൽത്തിന്, എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ ഇൻ റിട്ടേൺ അതിന് തിരിച്ച് പ്രതിഫലമായിട്ട് എംപ്ലോയീസ് എന്താ കൊടുക്കേണ്ടത്? കമ്മിറ്റ്മെന്റ് ആണ്. ആ ചെയ്യുന്ന ജോലിയോട് നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം, ആത്മാർത്ഥതയോട് ജോലി ചെയ്യുക, ആ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടും. അതേസമയം ഇഫ് മൈ ഹെൽത്ത് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷനിൽ നമ്മളുടെ എന്താ പറയുക ഹെൽത്തിന് പ്രൊട്ടക്ഷൻ ഇല്ല, അത് നിങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടണം, നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ചെയ്തോ, അതിനൊരു പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ എന്താണ്? അത്ര വലിയ കമ്മിറ്റ്മെന്റോടൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ശ്രദ്ധിച്ച് എനിക്ക് എന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും വരുമോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ച് ചിലപ്പോൾ ചെയ്യാതെയൊക്കെ തന്നെ എനിക്ക് വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് അത് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എങ്കിലാണ് അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് എംപ്ലോയീസ് വിൽ പെർഫോം. മനസ്സിലായല്ലോ? അഞ്ചാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? And the last point, the workforce is inspired to remain fit physically. ഇനി എന്താ? മെന്റലിയും ഫിസിക്കലിയും എന്താ പറയാ നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഓരോ എംപ്ലോയീസും അവരെന്ത് ചെയ്യാണ്? ഇൻസ്പയർഡ് ആകാണ് ടു റിമെയിൻ ഫിറ്റ്. അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജോലിക്ക് അനുസൃതമായിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കുക. ഫിറ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ യോജിച്ച ജോലി കൃത്യമായിട്ട് ചെയ്ത് കൃത്യമായി അവരവരുടെ കടമകൾ നിർവഹിച്ച് അതിനോട് എന്താ പറയാ ചേർന്ന് കമ്മിറ്റ്മെന്റോട് കൂടി ജോലിയും ചെയ്ത് കൃത്യമായിട്ട് ഫിറ്റ്നസ് ആയിട്ട് നമ്മൾ ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. കാരണം അത് നമ്മൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അതിന് ഓർഗനൈസേഷൻ നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആ ഒരു പേടി എന്ന് പറയുന്ന കാര്യമില്ല. ബിക്കോസ് അവർ ഹെൽത്ത് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫിസിക്കൽ മെന്റൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്ന ജോലി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫിസിക്കലി നമ്മൾ ഓക്കെയാണ്, പക്ഷെ മെന്റലി പേടി, അയ്യോ നമ്മളെങ്ങനെ ചെയ്യും? കാരണം നമ്മുടെ ഹെൽത്തിന് അത് ഇൻജൂറിയസ് ആണ്, പിന്നെ നമ്മളെങ്ങനെ ചെയ്യും? ആ ഒരു പേടിയോട് നമ്മൾ ചിലപ്പോൾ ചെയ്യാതെ പോകും. അങ്ങനെ വരില്ല. കാരണം ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നിന്നാണ്. ഓക്കെ, സോ ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയീസിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസ് ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്. എംപ്ലോയി ഹെൽത്തിന്റെ പ്രാധാന്യം എവിടെ? വർക്ക് പ്ലേസിൽ, ബിസിനസ് ഓർഗനൈസേഷനിൽ, ഒരു ഫാക്ടറിയിൽ എത്രത്തോളം എംപ്ലോയി ഹെൽത്തിന് പ്രാധാന്യമുണ്ട് എന്നത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു 6 പോയിന്റ് ആണ് അവിടെ പറഞ്ഞത്. ആ 6 പോയിന്റിൽ ഞാൻ ഒരു സെന്റൻസ് മാർക്ക് ചെയ്യാൻ അവിടെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് ഞാൻ അടുത്തത് പറയാം. വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ.
വായിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിനെ 3-4 സെക്ഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിലും അതിനകത്ത് എംപ്ലോയി ഡിസിപ്ലിൻ, അതുപോലെ തന്നെ എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ ഭാഗമൊക്കെ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എംപ്ലോയീസിന്റെ പരാതികൾ, അവരുടെ ഡിസ്കണ്ടന്റ്മെന്റ്, അസംതൃപ്തി, അതിനെക്കുറിച്ച് എന്താ പറയാ റെപ്രസെന്റ് ചെയ്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷം എംപ്ലോയി ഡിസിപ്ലിൻ, അവരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അച്ചടക്കം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വാട്ട് ആക്ഷൻസ് വിൽ ബി ടേക്കൺ, ഹൗ ടു മേക്ക് എനി ആക്ഷൻസ് അഗേൻസ്റ്റ് ദീസ് എംപ്ലോയീസ്, ഇത്തരം എംപ്ലോയീസിനെതിരെ എങ്ങനെ ആക്ഷൻസ് എടുക്കും. അപ്പൊ ഡിസിപ്ലിനും അതിന്റെ മിസ്കണ്ടക്റ്റും ഇൻഡിസിപ്ലിനും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എന്താ പറയാ മിസ്കണ്ടക്റ്റിനെതിരായി എടുക്കുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എംപ്ലോയി ഹെൽത്തിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയി ഹെൽത്തി ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അത് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് സ്വീകരിക്കേണ്ട ചില എന്താ പറയാ കാര്യങ്ങൾ നമ്മളുടെ സെക്ഷൻസിൽ സെക്ഷൻ 11 തുടങ്ങി സെക്ഷൻ 20 വരെയുള്ള ഫാക്ടറീസ് ആക്ട് 1948ന്റെ 3rd ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് എംപ്ലോയി സേഫ്റ്റി. ഹെൽത്തിയും സേഫ്റ്റിയും ഒന്നല്ല എന്ന് മനസ്സിലായോ? ഹെൽത്തും സേഫ്റ്റിയും ഒന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്രീ ഫ്രം ഇൽനെസ് ഓർ സിക്നെസ്, ഏതെങ്കിലും രോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ വിമുക്തി, അതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. രോഗമില്ലാത്ത അവസ്ഥ. രോഗമില്ലാത്ത അവസ്ഥയായിരിക്കുമ്പോൾ എംപ്ലോയീസിന് ദേ ക്യാൻ പെർഫോം ദെയർ ഡ്യൂട്ടീസ് വെരി വെൽ, എഫിഷ്യന്റ്ലി, ഇഫക്റ്റീവ്ലി, വളരെ കാര്യക്ഷമമായിട്ട് ഇഫക്റ്റീവായിട്ട് ഓരോ എംപ്ലോയീസിനും അവരുടെ ജോലി ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഈവൻ ജസ്റ്റ് ഒരു തലവേദന ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഇങ്ങനെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഓഫ് മൈ ഇൽ ഹെൽത്ത്. രോഗമുള്ളത് കൊണ്ടാ. ഏത് ജോലിയും നമ്മൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും രോഗമുള്ള അവസ്ഥയിൽ ചെയ്യുന്നതും രോഗമൊന്നുമില്ലാതെ ചെയ്യുന്നതും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ പെർഫെക്ഷന്റെ കാര്യത്തിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എംപ്ലോയി സേഫ്റ്റി ആണ്. സേഫ് മീൻസ് എന്താ? സേഫ്റ്റി മീൻസ് എന്താണ്? എന്താ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുരക്ഷിതത്വമാണ്. എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം. നമുക്കറിയാം എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് the practices that is put into effect so that threat to damage, injury and hazard to property, place or any person or section including producing, manufacturing, processing, merchandise is minimized. എന്തെങ്കിലും സാധനങ്ങൾ, പല ചരക്ക് സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മെർക്കൻഡൈസ് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാ, ഫോർ സെയിൽ, വിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. എന്ത് വസ്തു ആയാലും, കാർ മാനുഫാക്ചർ ചെയ്തോട്ടെ, മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്തോട്ടെ, മിക്സി, വാഷിംഗ് മെഷീൻ, എന്ത് മാനുഫാക്ചർ ചെയ്യുന്നതും ഇറ്റ് ഈസ് ഫോർ സെയിൽ, മെർക്കൻഡൈസ് ആണ്. എന്ന് വെച്ചാൽ വിൽക്കാനുള്ള ചരക്കുകളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താ പറയാ പ്രോസസ് ചെയ്യുമ്പോൾ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, അതിന്റെ പല രീതിയിലുള്ള അതുകൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറയ്ക്കാൻ, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചില മെഷേഴ്സ് ആണ്, ചില പ്രാക്ടീസസ് ആണ് എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. എംപ്ലോയി ഹെൽത്ത്, ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ
എംപ്ലോയീസ് സേഫ്റ്റിയുടെ മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഭീഷണികൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാം അല്ലെ, അതുപോലെ അത് മനുഷ്യന്മാർക്കായിരിക്കാം, വസ്തുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിനായിരിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം. ഇവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങളെയും ഇഞ്ചുറീസിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. എപ്പോഴുണ്ടാകുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുക ബൈ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, എന്തെങ്കിലും വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എടുക്കുന്ന കുറെ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഫസ്റ്റ് സെന്റൻസ് ഒരു ഡെഫിനിഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും വേറെ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് പേരൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതല്ലാതെയും ഉള്ളവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത് കഴിയുമ്പോൾ പറയാം. ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ ഒരു ഡെഫിനിഷൻ എംപ്ലോയി സേഫ്റ്റിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്ക്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം വേഗം. മനസ്സിലായി? ഓക്കെ ആണ്. യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, വർക്കേഴ്സിന് സേഫ്റ്റി കൊടുക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ അവരുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ടു പ്രൊവൈഡ് സേഫ്റ്റി. കാരണം അവരുടെ ജീവന് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുന്ന, ആരോഗ്യത്തിന് മാത്രമല്ല, ആരോഗ്യത്തിനല്ലാതെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസിന്, അതായത് അവരുടെ ശരീരത്തിനും മറ്റുമൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഓർഗനൈസേഷൻ നോക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് അതിനുള്ള സ്റ്റെപ്സ് എടുക്കണം. അതൊരു ബേസിക് പ്രോബ്ലം ആണ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും, പ്രത്യേകിച്ച് ഫാക്ടറികളില്, പ്രൊഡക്ഷൻ യൂണിറ്റുകളിലാണ് ചില അപകടങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇതൊക്കെ അവർ നേരത്തെ കൂട്ടി അതിനെ കുറിച്ച് മനസ്സിലാക്കിയൊക്കെ എടുക്കണം. അപ്പൊ എംപ്ലോയേഴ്സിന് അതിന് യാതൊരു രീതിയിലുള്ള എന്താ പറയാ, അത് ചെയ്യാതെ, അതായത് ഏതൊരു ഓർഗനൈസേഷൻ വർക്ക് പ്ലേസിൽ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊരു നോൺ ട്രാൻസ്ഫറബിൾ റെസ്പോൺസിബിലിറ്റി ആണ്. ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. എംപ്ലോയർ ആരാണോ എംപ്ലോയർ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളണം. എംപ്ലോയീസ് സേഫ് ആണോ ആ ജോലി ചെയ്യുമ്പോൾ. അപ്പൊ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അതിന് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. എന്താണ് അതിന് നമ്മൾ അതിലേക്ക് കയറി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രിക്കോഷൻസ് എടുക്കണ്ടേ, എന്ത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണ്ടേ എന്ന് എംപ്ലോയർ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊക്കെ യൂസ് ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതല്ലാതെ അത് അവർക്ക് ആരെങ്കിലും ചെയ്തു കൊടുത്തോളും എന്നുള്ള ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എംപ്ലോയറുടെ ആണ്. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എംപ്ലോയർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് എംപ്ലോയർ ആയിരിക്കും. കാരണം സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ എംപ്ലോയിനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അവരാണ് ഉത്തരവാദി, ഇവരാണ് ഉത്തരവാദി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എംപ്ലോയറുടെ മേലാണ് ആ ഒരു എന്താ പറയാ, എന്തെങ്കിലും തരത്തിൽ അപകടം വന്നാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് വന്ന് ഭവിക്കുന്നത് ആ എംപ്ലോയർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എംപ്ലോയർ ഹാവ് എ നോൺ ട്രാൻസ്ഫറബിൾ റെസ്പോൺസിബിലിറ്റി എന്ന്. അത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റാത്ത ഉത്തരവാദിത്തമാണ്. ആള് തന്നെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തോളണം. സേഫ്റ്റി മെഷർ എംപ്ലോയി എടുത്തിട്ടുണ്ടോ അറ്റ് ദ വർക്ക് പ്ലേസ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ സെന്റൻസ് കൂടി, ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദ ഫസ്റ്റ് പാരഗ്രാഫ്, എംപ്ലോയി സേഫ്റ്റി എന്നുള്ളതിന്റെ ആദ്യത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞു അതൊരു ഡെഫിനിഷൻ പോലെയാണ് എംപ്ലോയി സേഫ്റ്റിയെ സംബന്ധിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. So if the employees are not vigilant on the safety, there may be increased the number of mishaps. നമുക്കറിയാം. അപ്പൊ അത്രയും എന്താ പറയാ, എംപ്ലോയീസ് അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്ത് മാത്രം ജോലി ചെയ്യുക. അതല്ലെങ്കിൽ എന്തുണ്ടാകും, പല രീതിയിലുള്ള മിസ്ഹാപ്പനിങ്സ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണം എന്തുണ്ടാകും, മിസ്ഹാപ്പൻ എന്ന് പറഞ്ഞാൽ, മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്
അതനുസരിച്ച് ഓർഗനൈസേഷന്റെ കോമ്പൻസേഷൻ കോസ്റ്റുകൾ കൂടും. ഇപ്പൊ ഇന്ന ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന സേഫ്റ്റി മെഷർ ചെയ്തിട്ട് വേണ്ടി മാത്രം നിങ്ങൾ അത് ചെയ്യുക എന്ന് പറയുന്നു. അല്ലെ അത് ഉപയോഗിക്കാതെ നേരിട്ട് പോയിട്ട് ജോലി ചെയ്യുന്നു. അതിൽ നിന്ന് എന്താ അപകടം വന്നു. അപകടം വരുമ്പോൾ ഓർഗനൈസേഷൻ ജോലി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പോ ഹ്യൂജ് എമൗണ്ട് ഒക്കെ എന്താ പറയാ ചെലവാക്കുന്ന രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട രീതിയിലേക്ക് എംപ്ലോയറുടെ എന്ത് ചെയ്യേണ്ടി വരും, കാശൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു കോമ്പൻസേഷൻ കോസ്റ്റ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്തോളണം, സേഫ്റ്റി മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ അഗൈൻസ്റ്റ് ദ എംപ്ലോയീസ് അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മിസ്ഹാപ്പനിങ്സ് കൂടുതലായിരിക്കും. മിസ്ഹാപ്പൻസ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ കൂടുതലാണ്. എന്താ പറയാ, കൂടുതലും ഫാക്ടറീസിലാണെങ്കിൽ കൂടുതൽ ഇത്തരം ആവശ്യമില്ലാത്ത ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അത് കുറയ്ക്കാനായിട്ട്, മിസ്ഹാപ്പനിങ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട്, അതുപോലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെങ്കിലൊക്കെ ഇവരെയൊക്കെ കൃത്യമായിട്ട് സേഫ് ആകണം. അതല്ല എങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെയാണെങ്കിൽ അത് നമ്മളുടെ എംപ്ലോയീസിന്റെ മൊറൈലിനെ ബാധിക്കും, അത് കുറയ്ക്കും. അതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇവിടെ അതിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉപകരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല എംപ്ലോയീസിന്. അപ്പൊ എന്ത് പറ്റും, എംപ്ലോയീസ് താല്പര്യത്തോടെ ജോലി ചെയ്യില്ല. കാരണം വലിയ താല്പര്യമില്ല. കാരണം എന്താ, ഇത് അപകടം നിറഞ്ഞ ജോലിയാണെന്ന് എംപ്ലോയിക്ക് അറിയാം. ആൻഡ് ദ എംപ്ലോയർ ഓർ ദ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവര് വില്ലിങ് ആവില്ല അത് ജോലി ചെയ്യാനായിട്ട്. അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും, മോട്ടിവേഷനെ ബാധിക്കും, പെർഫോമൻസ് കുറയും. ഇതെല്ലാം എംപ്ലോയീസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഏത്, എംപ്ലോയി സേഫ്റ്റി അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇത്തരം മിസ്ഹാപ്പനിങ്സ് ഒഴിവാക്കാനായിട്ട് ഓർഗനൈസേഷൻ എന്താ പറയാ, അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ. അതുപോലെ എന്താ പറയാ, അതിന് അവർക്കൊരു റിസർവ്, അതായത് ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റിസർവ് ചെയ്ത് ഇത്തരം കോസ്റ്റിനെയൊക്കെ കുറയ്ക്കാൻ, കോമ്പൻസേഷൻ കോസ്റ്റിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റുകൾ, റിസർവേഷൻസ് നേരത്തെ കൂട്ടി ഓർഗനൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഓക്കെ. ആ പാരഗ്രാഫിൽ നമുക്ക് ഒന്നും അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്തല്ലോ. ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസും last sentence. Then now some definitions are given by Wayne Monty, Jana M. Kemp. അതായത് ഇവര് കൊടുത്തിരിക്കുന്ന രണ്ട് ഡെഫിനിഷൻ ആണ് എംപ്ലോയി സേഫ്റ്റിയെ കുറിച്ച്. ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യണം. എംപ്ലോയി സേഫ്റ്റി ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് employees from injuries caused by work related accidents. ഇത്രേ ഉള്ളൂ കാര്യം. എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക. എന്ത് പ്രൊട്ടക്ട് ചെയ്യുക? എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക? ഇഞ്ചുറീസ് കോസ്ഡ് ബൈ വർക്ക് റിലേറ്റഡ് ആക്ഷൻസ്. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് എംപ്ലോയീസിനെ, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, മുറിവുകൾ, പരിക്കുകളിൽ നിന്നൊക്കെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എംപ്ലോയി സേഫ്റ്റി എന്നാണ് വെയ്നെ മോണ്ടി പറയുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ അദ്ദേഹം അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. Again, Jana M. Kemp. Again, one definition is given by him. Safety is both the physical and safety is present when people are free from being bodily harmed. എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഈസ് ബോത്ത് ഫിസിക്കലി, അത് ഫിസിക്കൽ ആണ്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള എന്താ പറയാ ആരോഗ്യമല്ല. ഇതിനകത്ത് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലപ്പോ ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ. പക്ഷെ ഉള്ളിലുള്ള, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ചില പനിയായിരിക്കാം, ചുമയായിരിക്കാം, ശ്വാസതടസ്സമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റൊമക്ക് പെയിൻ ആയിരിക്കാം, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ. അതാണ് എന്തെന്ന് പറയുന്നത്, അത് നമ്മളുടെ എന്താ പറയാ പുറമെ കാണാത്ത ചില രോഗമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇത് സേഫ്റ്റിനകത്ത് ഫിസിക്കലും ഉണ്ട്. സേഫ്റ്റി ഇൻ പ്രസന്റ് വെൻ പീപ്പിൾ ആർ ഫ്രീ ഫ്രം ബോഡിലി ഹാംഡ്. അതായത് നമ്മളുടെ ബോഡീനെ ഹാം ചെയ്യാവുന്ന രീതിയിൽ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ എഗെയിൻസ്റ്റ് എന്ത് ചെയ്യുക? സേഫ്റ്റി തരിക. അപ്പൊ രണ്ട് രീതിയിലും സേഫ് ആക്കുക ആളുകളെ, എംപ്ലോയീസിനെ എന്നാണ് ജാന എം കെംപ് എന്ത് ചെയ്തിരിക്കുന്നത്? എംപ്ലോയി സേഫ്റ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? രണ്ട് ഡെഫിനിഷനും അണ്ടർലൈൻ ചെയ്യാം. രണ്ടുപേരുടെ ഡെഫിനിഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ് ഒന്ന് എന്താ പറയാ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതുമായി കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? വേനെ മോണ്ടിന്റേത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്രീ ഫ്രം ഇഞ്ചുറീസ് കോസ്ഡ് വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ്. ആ ഒരു കാര്യം ഓർത്താൽ മതി. വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രേസ് ആലോചിച്ച് വെച്ചാൽ മതി. അത് വേനെ മോണ്ടിന്റെ എന്താ പറയാ ഡെഫിനിഷൻ ആണ്. ആർ വേനെ മോണ്ടി. അടുത്ത ജാന എം കെമ്പിന്റേത് നിങ്ങൾ പഠിക്കുമ്പോ
പീപ്പിൾ ആർ ഫ്രീ ഫ്രം ബോഡിലി ഹാംഡ്, ശാരീരികമായിട്ടുള്ള ഹാം, എന്താ പറയാ, ഇഞ്ചുറീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം, ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ. രണ്ട് ഡെഫിനിഷൻസ് മാറിപ്പോകാതിരിക്കാൻ ഏതെങ്കിലും ഒരു വേർഡോ ഫ്രേസോ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ കണക്ട് ചെയ്ത് പഠിച്ചു. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് പോട്ടെ. യെസ്, അടുത്തത് നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി. നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻസ് പഠിച്ചില്ല, അതുപോലെ തന്നെ ഇത് എംപ്ലോയി സേഫ്റ്റിയുടെ ആവശ്യകത. എന്തിനാ എംപ്ലോയീസിനെ സേഫ് ആക്കേണ്ടത്? കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ട് ടു സേവ് ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ്, പലതരത്തിലുള്ള നഷ്ടങ്ങളിൽ നിന്ന് ഹ്യൂമൻ ലൈഫ്സിനെ, ജീവനെ, മനുഷ്യന്മാരുടെ ജീവനെ സേവ് ചെയ്യുക. അതായത് നമുക്കറിയാം ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ തിങ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവൻ മനുഷ്യ ജീവൻ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ടു സേവ് ദർ എംപ്ലോയീസ് ഫ്രം എനി സോർട്ട് ഓഫ് ഡേഞ്ചർ. ഏത് തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും തങ്ങളുടെ എംപ്ലോയീസിനെ രക്ഷിക്കുക എന്നുള്ളത് ഓരോ എംപ്ലോയർമാരുടെയും ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? കാരണം മനുഷ്യ ജീവന് വില കൽപ്പിക്കണം എന്ന് അത്രേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ. ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്, ജീവന് ഭീഷണിയാകുന്ന അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുക. അത് ആരുടെ ഡ്യൂട്ടി ആയിരിക്കണം? എംപ്ലോയറുടെ ഡ്യൂട്ടി ആയിരിക്കണം എന്ന് വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹ്യൂമൻ ലൈഫിന് എന്തായാലും മറ്റ് ഏത് ജീവജാലങ്ങളെക്കാൾ മനുഷ്യ ജീവന് വില കൽപ്പിക്കുക. ചില ആൾക്കാർ പറയല്ലോ മനുഷ്യന് ഒരു വിലയില്ലാത്ത ഒരു നാടാണെന്നൊക്കെ പറയില്ലേ, പക്ഷെ അങ്ങനെ പാടില്ല. മനുഷ്യ ജീവന് വിലയുണ്ട്. അതുകൊണ്ട് എംപ്ലോയർ വിചാരിക്കണം എന്റെ മാത്രം ജീവനല്ല, അവിടെ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസിന്റെയും ലൈഫിന് ഏതെങ്കിലും രീതിയിൽ ഭീഷണിയാകാവുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടൊക്കെ നമുക്ക് ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരണമെന്ന് ആര് ഉത്തരവാദിത്തത്തോടെ തീരുമാനിച്ചോളണം? എംപ്ലോയർ തന്നെ. അതാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഓരോ ബോൾഡ് ആയിട്ടിരിക്കുന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എക്സ്പ്ലനേഷൻ വേണമെന്നില്ല, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം മതി. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ആ ബോൾഡ് ആയിട്ടിരിക്കുന്ന 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ആ നീഡിനകത്ത് എഴുതിയുണ്ടേ 5 പോയിന്റ്. ആ പോയിന്റുകളുടെ ബോൾഡ് എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഉള്ളിൽ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ ഒന്നുമില്ല. അടുത്ത സെക്കൻഡ് പോയിന്റ്, ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്. കണ്ടോ? അതായത് ഫിനാൻഷ്യൽ കോസ്റ്റിൽ നിന്നും മോചിതരാകാൻ വേണ്ടി. അതായത് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകാവുന്ന കാര്യമാണ്. എന്ത്? എംപ്ലോയീസിന്റെ സേഫ്റ്റി ചെയ്തില്ല, നമ്മൾ അവരോട് അവര് ജോലി ചെയ്യട്ടെ, അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള മെഷേഴ്സ് കൊടുത്തില്ല, സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യരുത്, ഇത് നമ്മളുടെ ഇച്ചിരി അപകടം നിറഞ്ഞ ജോലി, അപ്പൊ ചെയ്യുമ്പോൾ ഇന്ന മെഷേഴ്സ് നിങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ ഇന്നൊരു മുൻകരുതൽ ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നു. അത് പറയാതെ അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാതെ അവർ ജോലി ചെയ്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ they should be taken to the hospitals and the cost should be borne by the എന്ത് ചെയ്യണം? വഹിക്കേണ്ടി വരും. ഓർഗനൈസേഷൻ, എംപ്ലോയർ വഹിക്കേണ്ടി വരും. അപ്പൊ അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങോരെങ്ങാർക്ക് എന്തെങ്കിലും സംഭവിച്ച് അങ്ങോട്ട് മരിച്ചുപോയെന്ന് വിചാരിക്കാം, ആ ഡിസീസ്ഡ് എംപ്ലോയിയുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും കുറെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും ചെലവാകും. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് അപകടം വന്നു, അപകടത്തിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാണ്ടതുകൊണ്ട് അപകടം നേരിട്ടു. ചിലപ്പോ ആള് മരിച്ചു തന്നെ പോയിന്ന് വിചാരിക്കാം. അവരുടെ ഫാമിലിയില് ചിലപ്പോ ആളുടെ ഫാമിലിയില് ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇങ്ങോരാണ്, അവരുടെ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർന്നിരുന്നേ. പക്ഷെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവം കൊണ്ട് ആ വീട്ടില് കൊച്ചുകുട്ടികളോ ഭാര്യയോ മക്കളോ ഒക്കെ അവരൊക്കെ ഉണ്ട്, വലിയ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പില്ലാത്തവരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലോ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലോ ഒക്കെ നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ കണ്ട ഒരു വാർത്തയാണ്. കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് അവിടുത്തെ ഒരു മണ്ണൊരു അപകടം പറ്റി. കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ മരിക്കുകയും ചെയ്തു അല്ലെ? അപ്പൊ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് മെഷേഴ്സ് എടുക്കേണ്ടത്. സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അപ്പൊ ആള് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ എംപ്ലോയർ. അതുപോലെ പല ആളുകളും ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. പക്ഷെ അങ്ങനെയുള്ളത് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കോസ്റ്റ് വഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള അപകടങ്ങൾ സാധ്യതയുണ്ട് എന്ന മേഖലകളിലൊക്കെ അപകടത്തിന് ഭീഷണിയാകാവുന്ന മെഷേഴ്സ് നമ്മൾ എടുക്കണം. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ, അല്ലെ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു പ്രവർബ് കേട്ടതല്ലേ?
അല്ലെ? എന്ത് കാര്യമാണെങ്കിലും അത് നേരിടുന്നതിന് മുമ്പ് അതിന് വേണ്ടിയുള്ള പ്രിവെൻഷൻ മെഷേഴ്സ് നമ്മൾ എടുത്താൽ ഒരു കുഴപ്പമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ ടു ദ ഇൻജേർഡ് ഓർ ദ ഡിസീസ്ഡ് ഫാമിലി ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് ദ ഇന്ററപ്ഷൻ ഇൻ വർക്ക് ആൻഡ് കോസ്റ്റ് ഇൻകർഡ് ഇൻ എംപ്ലോയിങ് ആൻഡ് ട്രെയിനിങ് ന്യൂ വർക്കേഴ്സ് വുഡ് ടേക്ക് പ്ലേസ് ഓഫ് ദ ഇൻജേർഡ് ഡിസീസ്ഡ് വർക്കർ. അതായത് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു, സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്തത് കൊണ്ട് വന്നു, അപകടം വന്നു, മരിച്ചുപോയി എന്ന് വിചാരിക്കാം, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, അദ്ദേഹത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇത് കൂടാതെ വരാൻ പോകുന്ന മറ്റൊരു ചെലവ് എന്താന്ന് പറയാ, ഈ ചിലപ്പോൾ ഇയാൾക്ക് ഇനി ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വേറെ പുതിയൊരു ജോലിക്കാരനെ എടുക്കണം, ആ ജോലിക്കാരനെ കണ്ടെത്തുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, അയാളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, മനസ്സിലായോ? ഇതൊക്കെ കുറയ്ക്കാണ് അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ടും ചെയ്യുകയാണെങ്കിലും അതൊക്കെ പറ്റും. അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമുക്ക് എന്ത് ചെയ്യണം? ടു ഗെറ്റ് റീഡ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ്, സാമ്പത്തിക ചെലവുകളെ ഒഴിവാക്കാൻ എംപ്ലോയി സേഫ്റ്റി എടുക്കണം എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആ ഒരു പാരഗ്രാഫില്, ആ ഒരു പോയിന്റില്, രണ്ടാമത്തെ പോയിന്റില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകും. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ ഇസ് ദ തേർഡ് പോയിന്റ്. മൂന്നാമത്തെ ആവശ്യകത എന്താണ്? എംപ്ലോയി സേഫ്റ്റിയുടെ മൂന്നാമത്തെ ആവശ്യമാണ് പറയുന്നത് ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ, സാമൂഹികപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. ഓരോ മനുഷ്യനും ഈ സൊസൈറ്റിയിലെ ഒരു വെൽബീയിങ് ആണ്. ഓരോ എംപ്ലോയിയും സമൂഹത്തിലെ ഒരു സാമൂഹ്യ ജീവിയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് ഓർഗനൈസേഷനിൽ. ആർക്ക്? എംപ്ലോയേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസിന്റെ ഹെൽത്തിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ they can avoid the mishaps on their part. അങ്ങനെ ഉണ്ടാകുന്ന ചില എന്താ പറയാ അരുതായ്മകൾ അല്ലെങ്കിൽ എന്താ പറയാ സാധിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന എല്ലാ ഇതിനെയും ഒഴിവാക്കാൻ പറ്റും എംപ്ലോയീസ് സേഫ് ആൻഡ് സെക്യൂർ ആണെങ്കിൽ, അവരുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഓരോ എംപ്ലോയീസിനെ വിചാരിക്കുക അവരൊരു മെമ്പർ ഓഫ് ദ സൊസൈറ്റി ആണ്, ഒരു സമൂഹത്തിലെ ഒരു ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്. അങ്ങനെയല്ലേ പറയാം, മനുഷ്യരെല്ലാവരും സമൂഹ ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്, അങ്ങനെ എങ്ങനെയാണ് പറയാം, സാമൂഹ്യ ജീവിയാണ്, സോഷ്യൽ ബീയിങ് ആണെന്നാണ് പറയുക. അതെനിക്കറിയാം. ഈ സമൂഹമാണോ സാമൂഹികമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഇപ്പൊ എന്റെ ജീവന് എനിക്ക് എന്താ പറയാ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനായിരിക്കുന്ന ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധമുള്ള ആളുകളുടെയും ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തലറി വീണു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി ഇങ്ങനെ നിൽക്കൂലല്ലോ, അല്ലെ? നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? അറ്റ് ദാറ്റ് മൊമെന്റ് ഇറ്റ്സെൽഫ്, ആ ഒരു പ്രത്യേക നിമിഷത്തില് നമ്മൾ ചെയ്യും. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയർക്ക് അറിയണം എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലി എത്ര അപകടം നിറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവൻ എത്ര പാവപ്പെട്ടവനും പണക്കാരനൊന്നും ഒരു വ്യത്യാസവും ഇല്ല, മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരുടെയും ലൈഫിനെ ഒരേപോലെ കാണും. ഒരു ജീവനാണ്, ആ ഒരു ജീവൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, അല്ലെ? പാവപ്പെട്ടവനും പണക്കാരെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും അവിടെ ഇല്ല. എല്ലാവരുടെയും ഒരു ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ജീവൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും എന്താന്ന് നമുക്കറിയാം, അല്ലെ? ആ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസിനെ ഈക്വലായി കൺസിഡർ ചെയ്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് എംപ്ലോയറുടെ എന്താ പറയാ ഉത്തരവാദിത്തമാണ്. അത് ഏത് തരത്തിലുള്ള മിസ്ഹാപ്പനിങ്സും അവോയ്ഡ് ചെയ്ത് എന്ത് ചെയ്യണം? അവർക്ക് സേഫ്റ്റി കൊടുക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ആർക്കെങ്കിലും മനസ്സിലാവത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതൊക്കെ എളുപ്പമുള്ള കാര്യം ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ആണോ? പറഞ്ഞോട്ടെ അടുത്തത്. നെക്സ്റ്റ് വൺ, ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഇനി എന്താ? ഇനി എന്താ പറയാ ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റിൽ നിന്ന് ഫ്രീ ആകുക.
അതായത് എന്തെങ്കിലും അപകടം നിറഞ്ഞ ജോലി, കുഴപ്പമൊന്നുമില്ല, അപകടം ഒന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എംപ്ലോയീസിന്റെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അപകടം വരുമ്പോ ആശുപത്രി കൊണ്ടുപോയി കൊടുത്താൽ മതി, അവര് ഇൻഷുറൻസ് കമ്പനിക്കാര് അതിന്റെ പൈസ കൊടുത്തു എന്ന ചിന്തയോടുകൂടി സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതിരിക്കരുത്. ഓരോ എംപ്ലോയീസിന്റെയും ലൈഫ് എത്രത്തോളം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ച് അത്രത്തോളം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോ ദേ ക്യാൻ ഫൈനലൈസ് ദ ഇൻഷുറൻസ് ക്ലെയിംസ്. അതായത് നമുക്കറിയാലോ, ഒരു മെഡിക്ലെയിം ഒക്കെ എടുത്തിരിക്കുന്ന എംപ്ലോയീസ് മിക്കവാറും ഇത്തരം എന്താ പറയാ അപകടം നിറഞ്ഞ ജോലികളൊക്കെ ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേർക്ക് എംപ്ലോയർമാര് എന്ത് എടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു വരുന്നു അല്ലെ, നമുക്ക് നേരത്തെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ചില ബിസിനസ് ഓർഗനൈസേഷൻസ് വളരെ അപകടം നിറഞ്ഞ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അത്തരം എംപ്ലോയീസിന്റെ പേരിൽ എന്തെടുക്കും, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ ഒക്കെ പേരിൽ എംപ്ലോയീസ് ഇൻഷുറൻസ് എടുക്കും. അപ്പൊ ചിലപ്പോ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ആ ആളെ കുറച്ച് പേരെ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നിറഞ്ഞ ഒരാളെയൊക്കെ കൊണ്ടുപോയി ചെയ്യുമ്പോ ആ ക്ലെയിം ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് ആയിട്ട് വാങ്ങിച്ച് ഹോസ്പിറ്റൽസ് എടുക്കുകയാണ്. അപ്പൊ ആ ക്ലെയിമുകൾ കൊടുക്കുമ്പോ എന്ത് പറ്റും, നമ്മൾ അടച്ചിരിക്കുന്ന പ്രീമിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് അത്രയും കുറഞ്ഞു പോകും. കാരണം നമ്മൾ അടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ ഈ പറയുന്ന എമൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് മാത്രം നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഈ പറയുന്ന ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നമ്മൾ അടച്ചത് മുഴുവനും ഇത്തരം എന്തെങ്കിലും അപകടം നിറയുമ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനി അത് കൊടുത്തുപോയി, പിന്നെ ഒരു വർഷത്തില് ആ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മാക്സിമം എമൗണ്ടും ആ ക്ലെയിമിൽ ഉണ്ടായിരുന്ന മാക്സിമം എമൗണ്ട് നമ്മൾ എടുത്തു തീർന്നു. ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോ എംപ്ലോയർ തന്നെ എടുത്ത് കാശ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം ഇൻഷുറൻസിന്റെ ക്ലെയിം തീർന്നു, നേരത്തെ ഒരു അപകടം വന്നു അപ്പോൾ കൊണ്ടുപോയി അടച്ചു, അത് ക്ലെയിം കിട്ടി നമ്മുടെ കമ്പനിയുടേത്, അത് ഓൾറെഡി പെയ്ഡ് ആണ്. ആ ഒരു ഇയറിൽ തന്നെ നമുക്കറിയാലോ ഓരോ ഇയറിലാണ് ആ ഒരു പ്രീമിയത്തിന്റെ എമൗണ്ട് അനുസരിച്ച് അവർക്ക് അടയ്ക്കുന്ന എമൗണ്ട് അനുസരിച്ചൊക്കെ അവർക്ക് ആ ഒരു ക്ലെയിം കിട്ടുന്നത്. പക്ഷെ ആ ഒരു ഇയറിൽ തന്നെ വീണ്ടും നമുക്ക് അപകടം വരാൻ പാടില്ല എന്നില്ല, അസുഖങ്ങൾ വരാൻ പാടില്ല എന്നില്ല. സോ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോ എന്താണ്, ആ ക്ലെയിമിന്റെ എമൗണ്ട് തീർന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എംപ്ലോയർ എടുത്ത് കൊടുക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് സഹായിക്കും, എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് എടുത്താൽ സച്ച് മിസ്ഹാപ്സ് ഓൾസോ ക്യാൻ ബി അവോയ്ഡഡ് ഓർ റെഡ്യൂസ്ഡ്. അത്തരം മിസ്ഹാപ്പനിങ്സ് നമുക്ക് കുറയ്ക്കാനും ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. മനസ്സിലായോ? ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. വായിച്ചു നോക്കിയേ. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വീണ്ടും പോവുകയാണ്. പോയിക്കോട്ടെ. ആകെ 5-6 പേരേ ഉള്ളൂ, 6 പേര്, കറക്റ്റ് 6 പേരേ ഉള്ളൂ കേട്ടോ. ഞങ്ങള് 3 പേരും. +3 9 ആണ് ഇവിടെ മൊത്തം കാണിക്കുന്നത്. ഓക്കെ, സോ ടു ബി ഫ്രീ ഫ്രം ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് അഗെയിൻസ്റ്റ് സേഫ്റ്റി മെഷർ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്താ പറയാ നോൺ ട്രാൻസ്ഫർ റെസ്പോൺസിബിലിറ്റി ആണ് എംപ്ലോയർക്ക് എംപ്ലോയിയുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടുത്തെ എംപ്ലോയർക്ക് വലിയ അപകടം നിറഞ്ഞ ജോലിയൊന്നുമല്ല, ഒരു ഫാക്ടറിയിൽ അപകടം നിറഞ്ഞ ജോലികൾ ചെയ്യിപ്പിക്കുന്ന എംപ്ലോയർ ഈസ് ദ സോൾ റെസ്പോൺസിബിൾ പേഴ്സൺ. ഒറ്റ വ്യക്തി, അവരാണ് അതിന് ഉത്തരവാദി. അത് വേറൊരാൾക്ക് കൈമാറാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നോൺ ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവാദി, അയ്യോ ഞാനല്ലേ ഇന്ന് ഉത്തരവാദി, അപകടം വന്നതിന് ഉത്തരവാദി അവരാണ് ഇവരാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപകടം ഇത്തരം എന്താ പറയാ അപകടം നിറഞ്ഞ് ജോലി ചെയ്തിട്ട് എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ ഇഞ്ചുറീസ് ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഏക ഉത്തരവാദി ആരായിരിക്കും? എംപ്ലോയർ തന്നെയായിരിക്കും. സോ അങ്ങനെ വരുമ്പോ അങ്ങനെ എംപ്ലോയർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ആക്സിഡൻസ് ഇഞ്ചുറീസ് ഉണ്ടായി, സഫീഷ്യന്റ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്തത് കൊണ്ട്, മനസ്സിലായോ? എംപ്ലോയീസ് കൃത്യമായ രീതിയിലുള്ള മെഷേഴ്സ് സ്വീകരിക്കാതെ ജോലി ചെയ്തു, അപകടം ഉണ്ടായി, ഇഞ്ചുറീസ് ഉണ്ടായി, വലിയ എന്തെങ്കിലും തരത്തിലുള്ള വലിയ അപകടത്തിന് ഇത്തിരി തീവ്രത കൂടി എന്ന് വിചാരിക്കാം, ഹോസ്പിറ്റലൈസ്ഡ് ആയി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ മരിച്ചുപോയോ ഒക്കെ ചെയ്തതാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ട് പറയുന്നു, എന്ത് പറയുന്നു എന്ന്? they have to pay, the employer may have to pay fine or imprisoned or both. എന്ത് ചെയ്യണം? ഒന്നുകിൽ ഫൈൻ അടയ്ക്കണം, അത് അതിന്റെ തീവ്രത അനുസരിച്ചാ ആ ആൾക്ക് എംപ്ലോയിക്ക് ഏത് രീതിയിലുള്ള അപകടം വന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും, ബേസ് ചെയ്തിരിക്കും. ചിലപ്പോ ഫൈനിലും തീർക്കാം, അല്ലെങ്കിൽ എന്താണ് ഇംപ്രിസൺമെന്റ്, വലിയതാണ് അപകടം, വലുതായി ആള് മരണപ്പെട്ടു, അപ്പൊ എന്താണ് തടവിലാക്കും, ഇംപ്രിസൺ. അല്ലെങ്കിൽ ബോത്ത്, രണ്ടും കൂടി,
ഫൈനും കൊടുക്കണം, ഇത്ര രൂപ ഇംപ്രിസൺമെന്റും അനുഭവിക്കണം. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബേസ്ഡ് ഓൺ ദ സീരിയസ്നെസ് ഓഫ് ദ മിസ് ഹാപ്പനിങ്സ്. അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ സീരിയസ്നെസ് അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ശിക്ഷാവിധി രീതികളൊക്കെ എംപ്ലോയർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സേഫ്റ്റി മെഷേഴ്സ് നേരത്തെ തന്നെ എടുക്കുക. അത് കൃത്യമായിട്ട് ആളുകളെ അറിയിക്കുക, എംപ്ലോയീസിനോട് അവരത് ആ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ദ സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ സേഫ്റ്റിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ആൻ ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്പ് ഈസ് ഇൻഫോംഡ്, ഏതെങ്കിലും രീതിയിൽ ഇത്തരം അപകടങ്ങളൊക്കെ അവിടെ ഓർഗനൈസേഷൻ ഉണ്ടായാൽ അത് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ the concerned authority such as the chief inspector of factories finds out through primary investigation that there were lapses in safety measures. എന്തെങ്കിലും അപകടം ഉണ്ടായി അവിടുത്തെ തന്നെ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഫാക്ടറീസിന്റെ ചീഫ് ഇൻസ്പെക്ടർ വരുന്നു, അത് ഇൻസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ കണ്ടെത്തുകയാണ് അത് കൃത്യമായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്തത് കൊണ്ട് വന്ന അപകടമരണമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ he can delegate orders and get the management prosecuted for severe carelessness. ഇത്തരം എന്താ പറയാ അശ്രദ്ധമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് അയാൾക്കെതിരെ ഏത് രീതിയിലുള്ള ഓർഡേഴ്സും പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവാകണമെങ്കിൽ എംപ്ലോയീസ് അവരുടെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ നീഡ് ഫോർ എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയിയുടെ ഹെൽത്തിന്റെ ആവശ്യകതകളാണ്, സേഫ്റ്റിയുടെ ആവശ്യകതകളാണ് നമ്മൾക്ക് 5 പോയിന്റ് പറഞ്ഞത്. ഏതൊക്കെയാ? ടു സേവ് ഹ്യൂമൻ ലൈഫ്സ് ഫ്രം ലോസസ്, ടു ഗെറ്റ് റിഡ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ്, ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ, to be free from insurance premium cost, and the last one, be free of fine or imprisonment against safety failure. Clear ആയോ? മനസ്സിലായില്ലേ? ക്ലിയർ ആണ്? ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് വെറുതെ സമയം കഴിയുന്ന 7 minutes ബാലൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു എംപ്ലോയി ഹെൽത്ത്. ആ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, നിയമപരമായിട്ടുള്ള ചില കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ സെക്ഷൻസിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വൃത്തിയുടെ കാര്യം, ടെമ്പറേച്ചർ, വെന്റിലേഷൻ, സ്പിറ്റൂൺസിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് അല്ലെ, ലൈറ്റിങ്, ഒരു കുറെ 11 മുതൽ 20 വരെയുള്ള സെക്ഷൻസിൽ പല കാര്യങ്ങളും അങ്ങനെ എടുത്തു പറഞ്ഞു. ഇതുപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റി ആകാൻ, അവരുടെ ഹെൽത്തിനെ എന്താ പറയാ രോഗങ്ങൾക്ക് വരുന്നത് മാത്രമല്ല അല്ലാത്ത രീതിയിലും പ്രൊട്ടക്ട് ചെയ്യാൻ, ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ഏതെങ്കിലും ഇലക്ട്രിക് കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൈയും കാലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളത് അല്ലെ, മെഷീന്റെ ഇടയിൽ പെട്ടിട്ട് കറങ്ങിയ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ വായിച്ചു കേട്ടിട്ടായിരിക്കും, ന്യൂസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യന്ത്രത്തിനുള്ളിൽ പെട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ. അപ്പൊ ഇത്ര ഇതിന് അടുത്തോട്ട് പോകാൻ പാടില്ലെന്നോ ഡയറക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ അതിനകത്ത് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരിക്കും. സോ അതൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നല്ലോ, അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം 2 പ്രാവശ്യം ഭയങ്കര സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്കിത് യൂസ്ഡ് ടു ഹാബിച്വലായി മാറി കഴിയുമ്പേ ഇതൊക്കെ വലിയ എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷെ അപകടം ഏത് സമയത്ത് എപ്പോ വരും പറയാൻ പറ്റില്ല. എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെയാണോ മനുഷ്യന്മാർക്കുള്ള അവസ്ഥ? ചില സമയം പോലെയൊക്കെ ഇരിക്കും അല്ലെ. നമ്മൾ അങ്ങനെ പറഞ്ഞ് ആണ് അതിനെയൊക്കെ നമ്മൾ പറയാറ്. അപ്പൊ അതുപോലെ ഇതുപോലെ നമ്മുടെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് 11 മുതൽ 20 വരെ പറഞ്ഞത് എംപ്ലോയിയുടെ ഹെൽത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണെങ്കിൽ 21 മുതൽ 21 മുതലാണ് എംപ്ലോയി സേഫ്റ്റിയെ കുറിച്ച് ഫാക്ടറീസ് ആക്ട് 1948 ചാപ്റ്റർ 3 പറയുന്നത്. 21 മുതൽ നമുക്ക് 33 അല്ലല്ല എത്രയായിരുന്നു 37 വരെ അല്ലല്ലോ 41 വരെ. ഓക്കെ, കുറച്ചധികം ഉണ്ട്. 41 വരെയുള്ള സെക്ഷൻസിലാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് എംപ്ലോയി സേഫ്റ്റി. അപ്പൊ എംപ്ലോയി സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല, അതിനെ സംബന്ധിക്കുന്നത് കുറെ സെക്ഷൻസിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 21 ആണ്. 20 കഴിഞ്ഞാൽ സ്പിറ്റൂൺസ് കഴിഞ്ഞാൽ 21ലേക്ക് നേരെ കിടക്കുന്നത് എംപ്ലോയി സേഫ്റ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. ഫെൻസിങ് ഓഫ് മെഷീനറി. എന്താ ഫെൻസിങ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങനെ അതിനൊക്കെ പോലെ ഇങ്ങനെ തിരിക്കുക. ചില മെഷീൻസ് ഉണ്ട്, അത് എന്താ പറയാ
ചിലപ്പോൾ വലിയ അപകടം നിറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ അകത്തേക്ക് പെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീന്റെ പാർട്സ് എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഷുഡ് ബി ഫെൻസ്ഡ്. അതിനെ സെക്യൂർ ആക്കുന്ന രീതിയിൽ, അതിനെ സുരക്ഷിതമാക്കുന്ന രീതിയിൽ ഒരു ഫെൻസ് എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറം കടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ എന്താ പറയാ, വേലി എന്നൊക്കെയാണ് ഫെൻസിങ്ങിന്റെ അർത്ഥം. വേലി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മള് വീടിന്റെ അകത്തോട്ട്, നമ്മുടെ കോമ്പൗണ്ടിന്റെ അകത്തോട്ട് പട്ടിയും മറ്റു സാധനങ്ങളൊക്കെ കയറാതിരിക്കാൻ, മനുഷ്യന്മാരായാലും കള്ളന്മാരൊക്കെ കയറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മതിലൊക്കെ കെട്ടി. പണ്ടൊക്കെ ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എന്തായിരുന്നു? വേലികളായിരുന്നു അല്ലെ? കമ്പൊക്കെ കുഴിച്ചിട്ടുള്ള വേലി, മുള്ളു വെച്ചിട്ടുള്ള വേലി അല്ലെ, കമ്പി വേലി, ഇങ്ങനെയൊക്കെ വേലികളായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ഇതുപോലെ നമ്മുടെ മെഷീൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ മെഷീൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ചെന്ന് അതിനകത്ത് കൈയിടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ, അതൊക്കെ ഇവിടെ ചില യന്ത്രങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇലക്ട്രിക് ജനറേറ്റർ, റൊട്ടേറ്റർ, കൺവെർട്ടർ, മോട്ടർ, ഇതിന്റെയൊക്കെ ഇടത്തേക്കൊക്കെ വരാൻ, അതൊക്കെ ഡേഞ്ചറസ് പാർട്സ് ഓഫ് മെഷീൻസ് ആണ്. മെഷീൻസിന്റെ ഒക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്, മാത്രമല്ല അപകടം നിറഞ്ഞതാണ്. അപ്പൊ അതിന്റെയൊക്കെ അടുത്ത് ഇങ്ങനെ സെക്യൂർ ആക്കുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് ഫെൻസ് ചെയ്യണം, എന്തെങ്കിലും സാധനം വെച്ച് തട വെക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു സെറ്റ് അപ്പ് ദ റെഗുലേഷൻസ് ഫോർ ദിസ്. ഇതിനനുസരിച്ച് ഇത് സെക്യൂർ ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഒരു റെഗുലേഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല, എന്തെങ്കിലും രീതിയിൽ അപകടം വന്നു, അപ്പൊ തന്നെ അവർക്കെതിരെ കേസെടുക്കും, എംപ്ലോയർക്കെതിരെ. ബിക്കോസ് അതങ്ങനെ സെക്യൂർ ചെയ്യാത്തത് കൊണ്ടാണ് അത്ര അപകടം വന്നതെന്ന് തന്നെയായിരിക്കും അതിന്റെ പ്രാഥമിക നിഗമനം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഏതെങ്കിലും തരത്തില് ഇപ്പൊ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ അത് ഹെഡ് റേസ്, ടെയിൽ റേസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. വാട്ടർ വീല്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ തന്നെയാണെങ്കിലും ഏത് രീതിയിലാണോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്ത് കവർ ചെയ്യുന്ന രീതിയിൽ ആളുകൾ അകത്തേക്ക് കയറാതിരിക്കാനും ഒക്കെ പ്രിക്കോഷൻസ് എടുക്കുന്ന രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സെക്യൂർ ചെയ്യാം. അങ്ങനെ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് പറ്റുമെന്നാണ് ഫാക്ടറീസ് ആക്ട് 1948 ഫെൻസിങ് ഓഫ് മെഷീനറി സെക്ഷൻ 51 പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സെക്ഷൻ എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? സെക്ഷൻ 21 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫെൻസിങ് ഓഫ് മെഷീനറി. അത് എന്താണെന്ന് പറഞ്ഞാൽ മതി. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മെഷീനറി അത് പ്രവർത്തിക്കുന്നത് അപകടകരമായിട്ടുള്ള നിലയിലാണ്, അതിന്റെ മോട്ടോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനറേറ്റർ, അതിന്റെ പാർട്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്ട്ലി ഒക്കെ ചെന്ന് നമ്മുടെ കൈയും കാലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫെൻസ് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ട് ആരെങ്കിലും? ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, സെക്ഷൻ 21. സമയം കഴിഞ്ഞു. ഈ ഹെഡ് റേസ് ചാനൽ, ഹെഡ് റേസും ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ വീലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ. ഹെഡ് റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാരീസ് വാട്ടർ ടുവേർഡ്സ് ടർബൈൻ. ടർബൈനിലേക്ക് വെള്ളം ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സംഭവമാണ് ഹെഡ് റേസ്. ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതെന്ന് പറയുന്നത് ഇസ് ദ ചാനൽ ദാറ്റ് ക്യാരീസ് വാട്ടർ അവേ ഫ്രം ദ ടർബൈൻ. ടർബൈനിൽ നിന്ന് വെള്ളം തിരിച്ചുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും ഈ പറയുന്ന ടെയിൽ റേസും ഹെഡ് റേസും ഒക്കെ. അപ്പൊ അതിന്റെ അടുത്തേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് അത് കുറച്ച് അതിനെ അത് സെക്യൂർ ആക്കുന്ന രീതിയിലുള്ള ഫെൻസിങ്. അപ്പൊ അത് ചില ഉദാഹരണങ്ങളോട് പറഞ്ഞിരിക്കുന്നതാ.
എല്ലാ മെഷീൻസിന്റെയും അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് മെഷീനാണ്, പക്ഷെ ഇതിന്റെ അടുത്തേക്ക് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ചില മെഷീൻസ് അങ്ങനെയുണ്ട്, നമ്മൾ അത്രയും ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രം നിൽക്കട്ടെ. ജനറേറ്ററിന്റെ ഒക്കെ അടുത്തേക്ക് ഇങ്ങനെ നമ്മൾ പോകുമോ നോക്കിയ വലിയ ജനറേറ്റർ ആണ്, അതിന്റെ ഒക്കെ അടുത്തേക്ക് ഒന്നും പോവില്ല. അത്ര ഭയങ്കര പവർ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ഇലക്ട്രിക് പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജനറേറ്റർ. അതുപോലെ തന്നെ വീണ്ടും പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന സാധനമാണ് വലിയ ടർബൈൻ, എന്താ പറയാ, ടണലിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം അങ്ങോട്ടേക്ക് പോകാനും ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹെഡ് റേസും ടെയിൽ റേസും ഒക്കെ. അപ്പൊ അത് ഉപയോഗിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിന്റെയൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റില്ല. അതാണ് അത് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ഒരു സാധനം എന്താണെന്ന് കാണേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അത്രയും എന്താ പറയാ ഹസാർഡസ്, അപകടം നിറഞ്ഞ മെഷീൻസിന്റെ അടുത്തേക്ക് പോകാതിരിക്കണം, അതിനെ സേഫ് ആക്കുന്ന ഫെൻസിങ് ആവശ്യമാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാത്ത ഫാക്ടറീസോ ഓർഗനൈസേഷൻസോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം വരുമ്പോ ആദ്യം തന്നെ പറയുന്നത് എന്തായിരിക്കും? അനാസ്ഥ, അല്ലെ? ആരുടെ? എംപ്ലോയർ സേഫ്റ്റി മെഷേഴ്സ് അവിടെ സ്വീകരിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്ര വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ, താങ്ക് യു.